ഹലോ. അറ്റ് ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പേര് മുഹമ്മദ് ആഷിഖ് എന്നാണ്. നിങ്ങൾ പല ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും. കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഹിസ്റ്ററിയുടെ എന്താണ് പറയുക, കോമ്പറ്റേറ്റീവ് എക്സാംസ്, നെറ്റ് സെറ്റ് എക്സാം തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെയാണ് ഞാനുള്ളത്. സോ നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്യാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ കോണ്ടൻസ് ആണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ പ്ലാനുകൾ എന്നുള്ളതൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെ ലിങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത് ഹിസ്റ്റോറിക്സ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഹിസ്റ്റോറിക്സ് എന്ന് കൊടുത്തത് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ആൻഡ് ദ ടാഗ് ലൈൻ ഈസ് ദ അൾട്ടിമേറ്റ് ഹിസ്റ്ററി അക്കാദമി. നിങ്ങൾക്ക് മനസ്സിലായിട്ടായിരിക്കും, ആ ടാഗ് ലൈൻ തന്നെ പറയുന്നുണ്ട് നമ്മൾ എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ഹിസ്റ്ററി നെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ലെക്ചറുകൾ, നമ്മൾ ആൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഹിസ്റ്റോറിയോഗ്രാഫി, ഇങ്ങനെ തുടങ്ങിയ നെറ്റ് സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കണ്ടൻസും എന്ത് ചെയ്യും നമ്മൾ പതിയെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നെറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ്, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ നെറ്റ് എക്സാം കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയുടെ അകത്ത് വരുന്ന ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാം എന്ന് പറയുന്നത് സെറ്റ് എക്സാം ആണ്. സോ സെറ്റ് എക്സാം എന്നുള്ളതും അതിൻ്റെ സിലബസും അതിൻ്റെ കോണ്ടന്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ചാനലിൽ തന്നെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, സെറ്റിൻ്റെ സിലബസ് കുറച്ചുകൂടി വൈഡാണ്, അതായത് കുറച്ചുകൂടി വലിയ സിലബസ് ആണ്, അതേസമയം ഡെപ്ത് കുറവാണ്. നെറ്റിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ സിലബസിൻ്റെ വലിപ്പം, അതായത് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറവാണ്, അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് കൂടുതലാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. അതായത് നെറ്റിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി മാത്രം ഫോക്കസ് ചെയ്താൽ മതി, പിന്നെ കുറച്ച് ഹിസ്റ്റോറിയോഗ്രാഫിയാണ് വേണ്ടത്. പക്ഷേ സെറ്റ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അതിനകത്ത് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഹിസ്റ്റോറിയോഗ്രാഫി, കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ എന്ത് ചെയ്യും അതിൻ്റെ സിലബസിൽ ഉൾക്കൊള്ളുന്ന സംഗതികളാണ്. അപ്പോൾ പറഞ്ഞു തന്നത് അതേസമയം അതിൻ്റെ ഡെപ്ത് കുറവാണ്. നമ്മൾ എന്ത് ചെയ്യും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരും സെഷനുകളിലൂടെ ഡിസ്കസ് ചെയ്യും. പിന്നെ നിങ്ങൾക്കറിയാം, ഹിസ്റ്ററി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. നമ്മുടെ കൊളീജിയേറ്റ് എക്സാം എന്നുള്ളത്, അതും ഇതിനകത്ത് നമ്മൾ അതിൻ്റെ സമയത്തനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ HSST എന്ന് പറയുന്നത് വളരെ പ്രീമിയർ ആയിട്ടുള്ള ഒരു ജോബാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊളീജിയേറ്റ് തൊട്ട് താഴെ വരുന്ന കേരള PSCയിലെ ഹിസ്റ്ററി ആസ്പിരൻസിനുള്ള ദ ഐഡിയൽ പ്രൊഫഷനാണ് ശരിക്കും HSST എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ HSA തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അതിലൊക്കെ ഹിസ്റ്ററി പാർട്ടും അല്ലാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യും വരുന്ന സെഷനുകളിലായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യും. സോ നമ്മളവിടെ കൂടെ നിൽക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നന്നായിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വ്യത്യസ്ത കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം പഠിച്ച് മുന്നോട്ട് പോകാം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യും ഇതിനകത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യും, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി നമ്മൾ ഡിസ്കസ് ചെയ്യും, ഹിസ്റ്റോറിയോഗ്രാഫിനെ പറ്റിയിട്ടുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യും, അതുപോലെ കേരള ഹിസ്റ്ററിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ചാനലിലൂടെ വ്യത്യസ്ത സെഷനുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മളൊരു പ്ലെയിൻ ആയിട്ട് ചരിത്രം പറഞ്ഞു പോകുന്നതെന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടിപ്സും ട്രിക്സും സ്ട്രാറ്റജീസും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മളിവിടെ ആവിഷ്കരിക്കുന്നത്. ഞാനൊരു ഐഡിയ തന്നു എന്ന് മാത്രം. ആൻഡ് നമ്മൾ അടുത്ത സെഷനിൽ, നെക്സ്റ്റ് ഒരു സെഷനിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും സെറ്റ് എക്സാം വളരെ നിയർ ബൈ ആണ്. അടുത്ത ഓഗസ്റ്റ് മാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് സെറ്റ് എക്സാം നടക്കാൻ പോവുകയാണ്. സോ അതിൻ്റെ സിലബസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ ആദ്യം ഇതിനകത്ത് കൊണ്ടുവരും. ശേഷം നമ്മൾ എന്ത് ചെയ്യും നെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസും ഇതിനകത്ത് പതിയെ വരുന്നതായിരിക്കും. സോ ഏത് എക്സാം ആണോ തൊട്ടടുത്തുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ ഗ്രൂപ്പിൽ ഈ ഒരു ചാനലിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിനകത്ത് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആൻഡ് നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് വേണ്ടത്, ഏത്
എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് വേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്യുക. സോ നമുക്ക് അതിനനുസരിച്ച് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ തൽക്കാലത്തേക്ക് ഈ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഇൻട്രൊഡ്യൂസിങ് സെഷന് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. സോ തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.